ചേലക്കരയിൽ വർഗീയ ലഘുലേഖ പ്രചരിപ്പിച്ചതിൽ പോലീസ് കേസെടുത്തു. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലാണ് ലഘുലേഖ പ്രചരിപ്പിച്ചത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. ഭാരതീയ ന്യായ സംഹിതയിലെ 192 വകുപ്പ് പ്രകാരമാണ് കേസ്. കോൺഗ്രസ് നേതാവ് TM കൃഷ്ണനാണ് പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ മോർച്ചയുടെ നേതാക്കളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ലഘുലേഖയുടെ ഉറവിടമടക്കം വെളിവാക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. രാഷ്ട്രീയ ഇസ്ലാമിനെതിരെ വോട്ട് ചെയ്യണമെന്നായിരുന്നു ലഘുലേഖയിലൂടെ ആഹ്വാനം ചെയ്തത്. ക്രൈസ്തവ പ്രീണനം ലക്ഷ്യമിട്ട് ചേലക്കര കാളിയാ റോഡ് ചർച്ച് ഇടവകയിലാണ് ലഘുലേഖ വിതരണം ചെയ്തത്. രാഷ്ട്രീയ ഇസ്ലാമിന്റെ വളർച്ചയിൽ കേരളത്തിൽ ഏറ്റവും അധികം ദോഷം ചെയ്യുക ക്രൈസ്തവർക്കെന്ന് ലഘുലേഖയിൽ പറയുന്നു. ഇടതു വലതു മുന്നണികൾ ഇസ്ലാമിക പക്ഷത്തേക്ക് ചാഞ്ഞെന്ന് ലഘുലേഖയിൽ ആരോപണമുണ്ട്. മുനമ്പം പ്രശ്നവും മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നിസ്കാരമുറി വിവാദവും ലഘുലേഖയിൽ പരാമർശിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമം നടന്നു. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്ത ലഘുലേഖകൾ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ലഘുലേഖയിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ വിഷയങ്ങളാണ് പരാമർശിക്കുന്നത്. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉടൻ പരാതി നൽകും. ന്യൂസ് 18 ചേലക്കര.